ഓം ശാന്തി. 30/8/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് സന്തോഷമുണ്ടായിരിക്കണം. ദുഃഖം ഹരിക്കുന്നവനായ ബാബ നമ്മളെ സുഖധാമത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. നമ്മൾ സ്വർഗത്തിലെ മാലാഖയാകാൻ പോകുകയാണ്. ലോകത്തിൽ പലതരത്തിലുള്ള ദുഃഖമുണ്ട്. എല്ലാ തരത്തിലുള്ള ദുഃഖവും അതിൻ്റെ ഏറ്റവും അതിയായ സ്ഥിതിയിലാണ്. അത്രയ്ക്കും ദുഃഖം നിറഞ്ഞ ഈ ലോകത്ത് ദുഃഖം ഹരിക്കുന്നവനായ ബാബ വന്നിരിക്കുകയാണ്. നമ്മൾ കുട്ടികളെ തിരഞ്ഞെടുത്ത് നമ്മളെ സുഖധാമത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. സുഖധാമത്തിലേക്ക് പോകുന്നതിന് നമ്മൾ ഓരോരുത്തരെയും യോഗ്യരാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും സ്വർഗത്തിലെ മാലാഖ ആകാൻ പോവുകയാണ്. നാം എന്തായി തീരാൻ പോകുന്നു, നമ്മെ ആരാണ് പഠിപ്പിക്കുന്നത്, ഇത് ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾക്കൊരിക്കലും ദുഃഖമുണ്ടാകില്ല, സന്തോഷത്തിലിരിക്കാൻ സാധിക്കും. ചോദ്യം: കുട്ടികളുടെ ഏത് സ്ഥിതി കണ്ടുകൊണ്ടും ബാബയ്ക്ക് ഒട്ടും വിഷമം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? ഉത്തരം: ചില കുട്ടികൾ ഫസ്റ്റ് ക്ലാസ് സുഗന്ധമുള്ള പുഷ്പങ്ങളാണ്. ചിലരിൽ അല്പം പോലും സുഗന്ധമില്ല. ചിലരുടെ അവസ്ഥ വളരെ നല്ലതായിരിക്കുന്നു. ചിലർക്ക് മായയുടെ കൊടുങ്കാറ്റുകളിൽ തോൽവി പറ്റുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടും ബാബയ്ക്ക് വിഷമം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ബാബയ്ക്കറിയാം, സത്യയുഗത്തിലെ രാജധാനി സ്ഥാപിതമാവുകയാണ്. പിന്നെയും ബാബ ശിക്ഷണം നൽകുന്നു. കുട്ടികളെ, എത്ര സാധിക്കുന്നുവോ ഓർമ്മയിൽ ഇരിക്കൂ. മായയുടെ കൊടുങ്കാറ്റുകളിൽ പേടിക്കരുത്. ബാബയുടെ കുട്ടികളിൽ ചിലരുണ്ട് വളരെ നല്ല സ്ഥിതിയിലാണ്. വളരെ സുഗന്ധമുള്ള പുഷ്പമാണ്. സുഗന്ധമുള്ള പുഷ്പം എന്നാൽ നിറയെ ഗുണങ്ങൾ നിറഞ്ഞ വ്യക്തിയാണ്. എന്നാൽ ചിലരിലാണെങ്കിൽ ഒട്ടും തന്നെ സുഗന്ധമില്ല. അതായത് ദിവ്യഗുണധാരണ കുറവാണ്. ചിലരുടെ അവസ്ഥ വളരെ ശക്തമായിരിക്കുന്നു. എന്ത് കാര്യം വന്നാലും അചലമായിരിക്കുന്നു. എന്നാൽ ചിലരാണെങ്കിൽ മായയുടെ കൊടുങ്കാറ്റിൽ തോൽവി പറ്റുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടും ബാബയ്ക്ക് ഒരു വിഷമവും ഉണ്ടാകുന്നില്ല. കാരണം രാജധാനി സ്ഥാപിതമാവുകയാണ്. അതായത് ഓരോരുത്തരും അവരവരുടെ തന്നെ ഭാഗ്യം ഉണ്ടാക്കുകയാണ്. അവരവരുടെ തന്നെ അടുത്ത കൽപ്പത്തിലുള്ള ജീവിതം ഉണ്ടാക്കുകയാണ്. 84 ജന്മത്തിൻ്റേത്. അതിൽ ആര് എത്ര എന്തെല്ലാം ഉപയോഗിക്കുന്നുവോ അതിനനുസരിച്ചാണ് അവരുടെ യാത്ര ശരിയാകുന്നത്, അല്ലെങ്കിൽ സുഗമമാകുന്നത്. എന്നാൽ ഇവയെല്ലാം കണ്ടുകൊണ്ടും ബാബ വളരെ സ്നേഹത്തോടെ ശിക്ഷണം നൽകുന്നു. കുട്ടികളെ, എത്രത്തോളം സാധിക്കുമോ ഓർമ്മയിൽ ഇരിക്കൂ. എന്തുകൊണ്ടാണ് ഓർമ്മയിലിരിക്കണം എന്ന് പറയുന്നത്? ഓർമ്മയിൽ ഇരിക്കുന്നതിലൂടെ, ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ ബാബ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതും ഓർമ്മ വരുന്നു. അപ്പോൾ ജ്ഞാനത്തിൻ്റെ സ്മൃതിയിലൂടെ നമ്മളിൽ പോസിറ്റീവ് എനർജി നിറയുന്നു. ഈ പോസിറ്റീവ് എനർജിയുടെ ആധാരത്തിൽ യോഗത്തിൽ തന്നെ നാം എല്ലാ കാര്യങ്ങളും നമ്മളോട് ബാബ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതെല്ലാം സത്യമാണ് എന്നും അതെല്ലാം ഞാൻ തന്നെയാണ് എന്നും തിരിച്ചറിയാൻ സാധിക്കുന്നു. ഇതിനാലാണ് ബാബയെ ഓർമ്മിക്കണം എന്ന് പറയുന്നത്. അതിനോടൊപ്പം മായയുടെ കൊടുങ്കാറ്റുകളിൽ പേടിച്ചു പോകരുത് എന്ന് പറയുന്നു. നമ്മളിൽ നിന്ന് ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ ആ തെറ്റ് ചെയ്തു എന്നത് നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട് പറഞ്ഞ് നമ്മളെ വിഷമിപ്പിക്കുന്നു. അതായത് എന്ത് സംഭവിക്കുകയാണെങ്കിലും നമ്മുടെ മനസ്സ് ഒരു ചുറ്റികയെടുത്ത് നമ്മളെ തന്നെ തല്ലുന്നു. ആ മാനസിക തല്ല് കാരണം നമ്മുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു.
അതിനാൽ മായയുടെ കൊടുങ്കാറ്റ് വരുമ്പോൾ പേടിച്ചു പോകുന്നു. ഒരു തെറ്റ് പറ്റി എങ്കിൽ അതുടൻ തന്നെ ബാബയോടോ നിമിത്താത്മാവിനോടോ പറഞ്ഞ് അത് തീർക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഞാനിങ്ങനെ ചെയ്തു, എനിക്കിങ്ങനെ എന്തുകൊണ്ട് പറ്റി, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത് തുടങ്ങിയ രീതിയിൽ, നെഗറ്റീവായ രീതിയിൽ ചിന്തിക്കുമ്പോൾ അത് ആത്മാവിനെ വളരെ വളരെ ദുർബലമാക്കുന്നു. അതിനാൽ സ്വയം ദുർബലമാക്കാതിരിക്കണം. മായയുടെ കൊടുങ്കാറ്റിൽ പേടിക്കുകയും അരുത്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഈ കണ്ണുകളിലൂടെ കാണുന്ന എല്ലാത്തിനെയും മറക്കുന്നത് ശീലിക്കണം. പഴയ വീട്ടിൽ നിന്നും ലോകത്തിൽ നിന്നും മനസ്സ് മാറ്റിയെടുക്കണം. പുതിയ വീടിനെ ഓർമ്മിക്കണം. 2. ജ്ഞാനസ്നാനം ചെയ്ത് സുന്ദരമായ മാലാഖയായി മാറണം. ഏതുപോലെ ബാബ സുന്ദരമായ വെളുത്ത യാത്രക്കാരനാണോ, ഇതുപോലെ ബാബയുടെ ഓർമ്മയിലൂടെ ആത്മാവിനെ കറുത്തതിൽ നിന്നും വെളുത്തത് ആക്കണം. മായയോടുള്ള യുദ്ധത്തിൽ പേടിക്കരുത്, വിജയിയായി കാട്ടണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഈ കണ്ണുകൾ കൊണ്ട് എന്തെല്ലാം കാണുന്നുവോ അതെല്ലാം മണ്ണടിയാൻ പോവുകയാണ്. അതിനാൽ അവയെല്ലാം മറക്കുന്നത് ശീലിക്കണം. ഇത് പഴയ വീടാണ്, പഴയ ലോകമാണ്. ഇതിൽ നിന്ന് മനസ്സ് മാറ്റിയെടുക്കണം. ഇതിൻ്റെ തിളക്കത്തിലും ആർഭാടത്തിലും പെട്ടുപോകരുത്. പകരം യഥാർത്ഥ സുന്ദരമായ സതിയുഗം ഓർമ്മിക്കണം. അതാണ് നമ്മുടെ പുതിയ വീട്. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾ ആത്മാവ് സുന്ദരമായ മാലാഖ ആകുന്നു. അതിനാൽ ജ്ഞാനസ്നാനം ചെയ്യണം. ഏതുപോലെ ബാബ വെളുത്തതാണ്, സുന്ദരനായ യാത്രക്കാരനാണ്, അതുപോലെ നമ്മൾ ആത്മാക്കളും ബാബയുടെ ഓർമ്മയിലൂടെ കറുത്തതിൽ നിന്നും വെളുത്തവരായി മാറണം. മായയോടുള്ള യുദ്ധത്തിൽ നാം ഒരിക്കലും പേടിച്ചു പോകരുത്. കാരണം നമ്മോടൊപ്പം നമ്മുടെ ബാബയുണ്ട്. ജ്ഞാനയോഗത്തിൻ്റെ ആധാരത്തിൽ വിജയിയായി കാട്ടണം. വരദാനം: മഹാദാനിയായി വിശാല ഹൃദയത്തോടെ സന്തോഷത്തിൻ്റെ സമ്പത്ത് വിതരണം ചെയ്യുന്ന മാസ്റ്റർ ദയാഹൃദയരായി ഭവിക്കട്ടെ. ലോകർ അല്പകാല സന്തോഷം പ്രാപ്തമാക്കുന്നതിന് എത്ര സമയവും ധനവും ചിലവഴിക്കുന്നു. എന്നിട്ടും സത്യമായ സന്തോഷം ലഭിക്കുന്നില്ല. ഇതുപോലെ അത്യാവശ്യത്തിൻ്റെ സമയത്ത് താങ്കൾ ആത്മാക്കൾ മഹാദാനിയായി വിശാല ഹൃദയത്തോടെ സന്തോഷം ദാനം നൽകണം. ഇതിനായി ദയാഹൃദയരുടെ ഗുണം ഇമർജ് ചെയ്യൂ. താങ്കളുടെ ജഡചിത്രങ്ങൾ വരദാനം നൽകുകയാണ്. അപ്പോൾ താങ്കൾ ചൈതന്യത്തിൽ ദയാഹൃദയരായി വിതരണം ചെയ്തു പോകൂ. കാരണം പരവശ ആത്മാക്കളാണ്. ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത്, ഇവർ കേൾക്കാൻ പോകുന്നില്ല. താങ്കൾ ദയാഹൃദയരായി നൽകിക്കൊണ്ടിരിക്കൂ. താങ്കളുടെ ശുഭഭാവന അവർക്ക് തീർച്ചയായും ഫലം നൽകും. ലോകത്തിലുള്ളവർക്ക് സത്യമായ സന്തോഷം വിശാല ഹൃദയത്തോടെ മഹാദാനിയായി ദാനം ചെയ്യണം. കാരണം ലോകർക്ക് ലഭിക്കുന്ന സന്തോഷം അല്പകാലത്തേക്കുള്ളതാണ്. അതിൽ വളരെയധികം ചിലവും സമയവും നഷ്ടമാകുന്നു. എന്നാൽ നമ്മൾ ആത്മാക്കൾക്ക് സന്തോഷത്തിൻ്റെ നിറകുടം ലഭിച്ചിരിക്കുകയാണ്. അതിനാൽ മറ്റുള്ളവർക്കും വിതരണം ചെയ്യണം. ഒരിക്കലും ചിന്തിക്കരുത്, ഇവർക്കിത് ഇഷ്ടപ്പെടില്ല, ഇവർ കേൾക്കാൻ പോകുന്നില്ല. നാം ഒരിക്കലും ആരെക്കുറിച്ചും ഇങ്ങനെ ചിന്തിക്കരുത്. ദയാഹൃദയരായി വിതരണം തന്നെ ചെയ്യണം. നമ്മുടെ ശുഭഭാവനയിലൂടെ അവർക്ക് തീർച്ചയായും ഫലം ലഭിക്കും. സ്ലോഗൻ: യോഗത്തിൻ്റെ ശക്തിയിലൂടെ ഓരോ കർമ്മേന്ദ്രിയത്തെയും ഓർഡർ അനുസരിച്ച് നടത്തുന്നവരാണ് സ്വരാജ്യ അധികാരി.
ഓം ശാന്തി.